+2 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ജൂൺ 3 ബുധനാഴ്ചയാണ് നിങ്ങളെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ. ജൂൺ 3-ാം തീയതി ബുധനാഴ്ചയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ സേൻ ആണെങ്കിലും ഇംപ്രൂവ്മെന്റ് ആയാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ചോദിക്കും മിസ്സേ ജൂൺ 5 വരെ സമയമുണ്ടല്ലോ. ജൂൺ 5 വരെ സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ 600 രൂപ എക്സ്ട്രാ ഫൈനും കൂടെ കൊടുക്കേണ്ടി വരും. എന്തിനാ വെറുതെ ഒരു 600 രൂപ കൊണ്ട് ചെലവാക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഇവിടെ നമ്മൾ ഈ 3-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന നിങ്ങളിപ്പം സേ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ലാബ് ഇല്ലാത്ത സബ്ജക്റ്റിന് 150 രൂപ, ലാബ് ഉള്ള സബ്ജക്റ്റിനാണെങ്കിൽ 175 രൂപയാണ് ആവുന്നത്. ഇനിയിപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പേപ്പറിലേ പറ്റുള്ളൂ, അതിന് 500 രൂപ. അത്രയും പൈസേൻ്റെ ഉള്ളിൽ അടക്കേണ്ട സംഗതിക്കാണ് വെറുതെ ഒരു 600 രൂപ എക്സ്ട്രാ ഫൈൻ വരുന്നത്. സോ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും സേയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റോ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. പെട്ടെന്ന് തന്നെ അവരോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മക്കളെ, നമ്മുടെ എഡ്യൂപോർട്ടിൽ നമ്മുടെ ബാച്ച് ബിഗിൻ ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? 999 റുപ്പീസിന്റെ ബാച്ച് ആണ് കേട്ടോ. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് 999 റുപ്പീസ് ആണ് വരിക. ഓക്കെ, ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരൊറ്റ സബ്ജക്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ ആവശ്യമുള്ളൂ, ആയിക്കോട്ടെ, ഇംഗ്ലീഷ് മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് എക്കണോമിക്സ് മാത്രമേ ആവശ്യമുള്ളൂ, എക്കണോമിക്സ് മാത്രം എടുക്കാം. അല്ലെങ്കിൽ കെമിസ്ട്രി മാത്രമാണ്, കെമിസ്ട്രി മാത്രം എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ സബ്ജക്ട് അത് മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പം ഈ കമന്റ് ബോക്സിൽ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറുക. അതിനകത്ത് ജസ്റ്റ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വരും. അതിനകത്ത് താഴെ നമ്മൾ ക്ലിക്ക് ദ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ പേരും ഫോൺ നമ്പറും അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏതാണ് സേ ഇംപ്രൂവ്മെന്റ്, ഏതാണ് നിങ്ങളുടെ സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. നമ്മുടെ പെർച്ചേസിന് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ആണോ, ഒരു സബ്ജക്റ്റിലുള്ള 2 സബ്ജക്റ്റ് ആണെങ്കിൽ അത്രയും സബ്ജക്ട്സ് നമ്മൾ എടുത്തിട്ട് താഴെ പെർച്ചേസ് കൊടുത്തിട്ട് അതിന് പേയ്മെന്റ് ചെയ്യുക. അത്രയും കാര്യങ്ങൾ നമുക്ക് ബാച്ച് പെർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്നുള്ളൂ കേട്ടോ. സോ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഈ ഒരു മാസം കൊണ്ട് ഇനി നിങ്ങൾ പ്രത്യേകിച്ച് സേക്കാരോടാണ് പറയാനുള്ളത്, എങ്ങനെ കൂട്ടിയാലും കൂടൂല. അപ്പൊ അതിനോട് കൃത്യമായിട്ടുള്ള ഒരു ഡിറക്ഷൻ നിങ്ങൾക്ക് തരാൻ ആരെങ്കിലും വേണം. അപ്പം നമ്മുടെ ക്ലാസ് ഓൾറെഡി മെയ് 30 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഇനിയും ലേറ്റ് ആക്കരുത്, പഠിച്ചു തുടങ്ങിക്കോളാം. ഇനിയിപ്പോൾ അതല്ലാന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കാനുള്ളത് മക്കളെ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ സമയം ചെലവാക്കരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പൊ സേക്കാരെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ അല്ലെ, അതായത് ഒരു വർഷമാണ് നമ്മുടെ വെറുതെ പോകാൻ വേണ്ടി പോകുന്നത്. ഇനി അപ്പൊ അടുത്ത വർഷത്തേക്ക് ഇനി നെക്സ്റ്റ് +2കാരെ കൂടെ എഴുതാന്ന് വിചാരിച്ചെങ്കിൽ അവിടെ നിങ്ങൾ +1ഉം +2 നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. പിന്നെ അതും കഴിഞ്ഞ് അടുത്ത സേ ഒക്കെ ആവേണ്ടി വരും. അപ്പൊ അതിനൊന്നും നിൽക്കണ്ട, ഈ സേയിൽ തന്നെ നിങ്ങൾ അത് എഴുതിയെടുത്തോളാം. ഇംപ്രൂവ്മെന്റുകാരാണെന്നുണ്ടെങ്കിലും മാക്സിമം നല്ല രീതിക്ക് പഠിച്ചിട്ട് നമുക്ക് അറിഞ്ഞുകൂടല്ല ആ ഒരു റിസൾട്ട് വന്ന സമയത്തുള്ള ഗിൽറ്റ്, അയ്യോ ഈ സബ്ജക്റ്റിന് ഇത്ര മാർക്കല്ല എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടുമായിരുന്നുള്ളൊരു ഗിൽറ്റ് നിങ്ങൾക്ക് അന്ന് ഫീൽ ചെയ്തില്ലേ, അത് ഇനി ഈ എക്സാം കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് കുറച്ചും കൂടെ പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലിലേക്ക് വരുത്തരുത്. എല്ലാ ഗിൽറ്റിനെയും നിങ്ങൾക്ക് ഡിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യു ഷുഡ് വർക്ക് ഹാർഡ്. ഈ ഒരു മന്ത് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, അത്രയും കാര്യങ്ങളുള്ളൂ. ലാസ്റ്റ് ഡേറ്റിന്റെ കാര്യം മറക്കണ്ട. എന്നാണ്? ജൂൺ 3-ാം തീയതി തന്നെയാണ്. ഇനി വെറുതെ നോക്കിയിരിക്കാതെ വേഗം പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല ശരി, നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.